Good evening, Mrs. Prabha Narendran. Hello everyone. പ്രചോദനാത്മക പ്രഭാഷകൻ കൂടിയായിട്ടുള്ള പിതാവിൽ നിന്ന് പകർന്നു കിട്ടിയ സിദ്ധി ഉപയോഗിച്ചുകൊണ്ട് തളർന്നിരിക്കുന്ന മനുഷ്യരെ നാവ് കൊണ്ട് പ്രചോദിപ്പിച്ച് ഉണർവുള്ളവരാക്കുന്നവൾ, അപാരമായിട്ടുള്ള അളവിൽ ആശയവിനിമയ പാടവമുള്ളവൾ, എത്ര വലിയ ആൾക്കൂട്ടത്തെയും ചങ്കൂറ്റത്തോടുകൂടി നേരിടുന്നവൾ, സഭാകമ്പം തീരെയില്ലാത്തവൾ, അത്യാവശ്യമെങ്കിൽ സാഹിത്യം വിടാൻ കെൽപ്പുള്ളവൾ, ഫലിതം പറയാൻ മടിക്കാത്തവൾ, അല്ലെങ്കിൽ ഒറ്റ വാക്കിൽ പറയുകയാണ് എന്നുണ്ടെങ്കിൽ അവൾ ഒരു മിടുമിടുക്കി. ഈ എല്ലാം തികഞ്ഞവരായി ആരുമില്ല എന്ന് പറഞ്ഞതുപോലെ മിടുമിടുക്കിനിടയിലും ചെറിയൊരു പരിമിതി അവൾക്കുണ്ട്. അതായത് നഷ്ടം സഹിക്കാനുള്ള കരുത്തില്ലായ്മ, അല്ലെങ്കിൽ ഒരുതരം മടി. അതാണ് ആ പരിമിതി. അത് ഒരു ആക്ഷേപമായിട്ടോ കുറവായിട്ടോ കുറ്റമായിട്ടോ ഒന്നും അല്ല പോങ്ങൻ പറഞ്ഞത്. നേടി നേടി ജയിച്ച് ജീവിക്കുന്നവർക്ക് നഷ്ടഭയവും പരാജയ ഭീതിയും ഒക്കെ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ള സംഗതി മാത്രമാണ്. അതിലൊരു കുറ്റപ്പെടുത്തലിന്റെ ആവശ്യമില്ല. പറഞ്ഞു വന്നത് തീർച്ചയായിട്ടും പേളി മാണിയുടെ കാര്യമാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലേ? I don't think ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപാരമായിട്ടുള്ള നയതന്ത്ര ബുദ്ധിയോടുകൂടി പേളി മാണി ആ പാറ്റ വിഷയത്തിൽ പ്രതികരിച്ചത് നമ്മളൊക്കെ കേട്ടതാണ്. വളരെ പക്വമായിട്ടുള്ള പ്രതികരണം എന്ന് വേണമെങ്കിൽ കാണാം. പക്ഷെ പാറ്റകൾക്ക് അങ്ങനെ കാണാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ പാറ്റകൾക്ക് എവിടെയാണ് പക്വത? അതുമല്ലെങ്കിൽ ഒന്ന് മലർന്നു പോയാൽ പിന്നെ സ്വന്തം കാലിൽ നിൽക്കാനും സ്വന്തം ചിറകിൽ പറക്കാനും പരസഹായം വേണ്ടി വരുന്ന പാറ്റയ്ക്ക് എന്ത് പക്വത? എന്തായാലും പാറ്റകളും പാറ്റ പ്രേമികളും ഒന്നുപോലെ പേളിയെ എതിർത്തു എന്നുള്ളത് വാസ്തവമാണ്. നമ്മളതൊക്കെ കണ്ടതുമാണ്. ആ എതിർപ്പിന്റെ മൂച്ചിന് കാവിയാണ് എന്റെ ഇഷ്ടനിറം എന്ന് പേളി പ്രതികരിച്ചു കളഞ്ഞു. ഓർക്കണം, ഈ ലക്ഷദ്വീപിലെ തെങ്ങിന്റെ ചുവട്ടിൽ തെങ്ങ് സംരക്ഷണാർത്ഥം പൂശിയിട്ടുള്ള മരുന്നിന്റെ നിറം, മരുന്നാണോ അതോ ഇനിയിപ്പോ വേലടിക്കാതിരിക്കാനുള്ള എന്തെങ്കിലും ഉപാധിയാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ പൂശിയ മരുന്നിന്റെ ആയാലും പെയിന്റിന്റെ ആയാലും അതിന്റെ നിറം എന്ന് പറയുന്നത് കാവിയാണ് എന്നുള്ളത് കണ്ട് ഹൃദയതാളം തെറ്റിയവരാണ് ഹരിത കേരളത്തിലെ തീവ്ര മതേതരാസക്തരായിട്ടുള്ള നമ്മളുടെ പ്രബുദ്ധ മലയാളികൾ എന്നുള്ള കാര്യം നമുക്കറിയാമല്ലേ? അവരോടാണ് ഈ പേളി തന്റെ ഇഷ്ടനിറം കാവിയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. നിറമേതായാലും അത് പേളിയുടെ ഇഷ്ടമാണ്. സ്വന്തം ഇഷ്ടത്തെ ഒരു അഭിപ്രായമായി പറയാനുള്ള അവകാശവും പേളിക്കുണ്ട്. അതുപോലെ തന്നെ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്നവരുമാണ് പാറ്റകളും അതുപോലെ തന്നെ പാറ്റ പ്രേമികളായിട്ടുള്ള പ്രബുദ്ധരുമൊക്കെ എന്നുള്ള കാര്യവും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും അതിലൊരു കുഴപ്പമുണ്ട് എന്നുള്ളതാണ് പോങ്ങന്റെ പക്ഷം. അനുഭവം, അതായത് പ്രകടിപ്പിക്കുന്ന അഭിപ്രായം പ്രബുദ്ധ കേരളീയരുടെ അഭിപ്രായത്തോട് യോജിക്കുന്നതാവണം. അതല്ല എങ്കിൽ അവറ്റകൾക്ക് പേ പിടിക്കും. സത്യത്തിൽ പേ പിടിക്കുക മാത്രമല്ല, പേളിയുടെ ഇഷ്ടനിറം ഹരിത കേരളീയരുടെ ഇഷ്ടനിറമല്ല എന്നതുകൊണ്ട് തന്നെ പേപ്പട്ടികളായി മാറിയ പ്രബുദ്ധർ പേളിയെ വളഞ്ഞിട്ട് കട്ടിച്ച് കുടയുക കൂടി ചെയ്തു എന്നുള്ള കാര്യവും നമുക്കറിയാമല്ലേ? ബിക്കോസ് നിങ്ങളിൽ കുറേ പേരെ ഞാൻ ഹേർട്ട് ചെയ്തിരിക്കുകയാണ്. എന്തായാലും പേളിക്ക് കാവി നിറമാണ് പ്രിയമെന്ന് കേട്ടതോടുകൂടി നമ്മുടെ സിബി മലയിലിന്റെ മകൻ ഒരു കൂറ്റൻ പാറ്റയായി പേളിക്കെതിരെ തിരിഞ്ഞു എന്നുള്ള കാര്യവും നമ്മളൊക്കെ കണ്ടു. രസം പക്ഷേ അതല്ല. ഈ ജോ മലയിൽ അല്ലെങ്കിൽ സിബി മലയിലിന്റെ പ്രത്യുൽപാദന ശേഷിയുടെ അവക്ഷിപ്തമായിട്ടുള്ള ആ മനുഷ്യ ശരീരം, തന്റെ പ്രതികരണ ശേഷിയുടെ ഊക്ക് നാളിതുവരെ പൊതുസമൂഹത്തിന് മുന്നിൽ ഉദ്ധരിച്ചു നിർത്തിയിരുന്നില്ല എന്നുള്ളതാണ് പോങ്ങന്റെ ഒരു മനസ്സിലാക്കൽ. നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഈ ജോ മലയിൽ പ്രതികരിച്ചതായി കേട്ടിട്ടുണ്ടോ? പോങ്ങൻ കേട്ടിട്ടില്ല. പക്ഷെ ഈ ഒരു വിഷയത്തിൽ പേളിക്കെതിരെ തീർച്ചയായിട്ടും നമ്മുടെ ജോ മലയിൽ പ്രതികരിച്ചു. അതെനിക്ക് ക്ലാരിഫൈ ചെയ്തേ പറ്റുള്ളൂ. ബിക്കോസ് എന്ന് വെച്ചാൽ പാറ്റകൾ പരസഹായമില്ലാതെ ജന്തർ മന്ദറിൽ ഈച്ചയാട്ടി കഴിഞ്ഞ സമയത്ത് പോലും ഈ ജോ മലയിൽ പാറ്റകൾക്കൊപ്പം കൂടിയിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കണം. നമ്മുടെ സോനം വാങ്ചുക്ക് നിരാഹാരവുമായി വന്ന് അതിനോട് സഹകരിക്കുന്നതിന് തൊട്ടു മുന്നേ ജന്തർ മന്ദിറിലൂടെ ഏതാനും ചെറിയ നുണുങ്ങ് പയ്യന്മാരും പയ്യത്തികളും കൂടി റീലെടുക്കും, ഷോർട്സും വളരെ സന്തോഷകരമായിട്ട് അവിടെ കഴിഞ്ഞു പോവുകയാണ് ചെയ്തത്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു ഉപദ്രവവും ആർക്കും അവരുണ്ടാക്കുന്നുണ്ടായിരുന്നില്ല. ആരും അവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. പ്രതിപക്ഷമില്ല, കോൺഗ്രസ് ഇല്ല, മറ്റ് പാർട്ടികളില്ല, ആരും തന്നെ അങ്ങോട്ടേക്ക് നോക്കുന്നില്ല. മാധ്യമങ്ങൾ കാര്യമായിട്ടില്ല, ഒന്നുമില്ല. ആ സമയത്തൊന്നും നമ്മുടെ ജോമലയിൽ ഒരു തരത്തിലുമുള്ള പാറ്റാപ്രേമം പ്രകടിപ്പിച്ചിട്ടില്ല. അവർക്ക് വേണ്ടി ഒന്നും പറഞ്ഞിട്ടുമില്ല. എന്നാൽ പേളി മാണിയുടെ ഇഷ്ടനിറം കാവിയാണ് എന്ന് പറഞ്ഞപ്പോൾ സിബി മലയിലിന്റെ പുത്രനിൽ നിന്ന് യുവാക്കളോടുള്ള കൂറ് ഒരുമാതിരി കൂറകളെ പോലെ പുറത്തു ചാടി. പാതിരാവിൽ പാതിരിമാർ പാറ്റകളുടെ പോറ്റിമാരെ പോലെ ജന്തർ മന്ദറിലേക്ക് മണ്ടി നടക്കുന്നത് പക്ഷേ ആ ജോ മലയിലിനെ സ്വാധീനിച്ചോ എന്ന് എനിക്കറിയില്ല. ജോ എന്താ ഞാൻ ഈ പറയുന്നത്? എന്തായാലും ഈ ജോ മലയിൽ പേളിയെ കണ്ടമാനം വിമർശിച്ചു എന്നുള്ളത് സത്യമാണ്. കണ്ടവന്റെ പള്ളും കേട്ട് കണ്ണീരും പരാതിയുമായി വീട്ടിൽ വരാൻ പിതാവായിട്ടുള്ള മാണി മകളായിട്ടുള്ള പേളിയെ പഠിപ്പിക്കാത്തത് കൊണ്ടാവും പേളി മാണി സിബി മലയിലിന്റെ മകന് കൊടുക്കേണ്ടത് നല്ലവണ്ണം കൊടുത്തു, ഒട്ടും കുറയാതെ കൊടുത്തു. സിബി മലയിലിന്റെ മകൻ സംവിധായകനാകാൻ പരിശ്രമിച്ച് ജയിക്കാതെ പോയിട്ടുള്ള ചരിത്രത്തെ പേളി മാണി ആംഗലേയ വാക്കുകൾ കൊണ്ട് സ്മരിക്കുകയും ചെയ്തു. അതാണ് ഫെയിൽഡ് ഡയറക്ടർ എന്ന് പറയുന്ന പ്രയോഗം. നിങ്ങൾ ആരും ഹേർട്ട് ആവല്ലേ? എന്നാൽ ജോ മലയിൽ നല്ല നിലയ്ക്ക് പ്രബുദ്ധനായതിനാൽ വളരെ കൗശലത്തോടുകൂടി തനിക്ക് കിട്ടിയത് തന്റെ തന്തയുടെ അല്ലെങ്കിൽ പിതാവിന്റെ അപ്പന്റെ തലയിലേക്ക് ജോ മലയിൽ
അങ്ങനെ അങ്ങോട്ടേക്ക് ചാരി കൊടുത്തു, വെച്ചു കൊടുത്തു. അതായത് എന്റെ അപ്പനായിട്ടുള്ള സാക്ഷാൽ സിബി മലയിലിനെ പരാജയപ്പെട്ട സംവിധായകൻ എന്ന് നമ്മുടെ പേളിമാണി വിളിച്ചേ എന്നും പറഞ്ഞുകൊണ്ട് ജോ മലയിൽ പ്രപഞ്ചം പിളരുമാറ് നിലവിളിച്ച് കളഞ്ഞു എന്നുള്ളതാണ് സത്യം. കേട്ടതല്ലേ അതൊക്കെ? അതോടെ പ്രബുദ്ധർ ജോയ്ക്കൊപ്പം ചേർന്ന് സഹവിലാപികളായി മാറി. സിബി മലയിലിനോളം വിജയിച്ച ഒരു സംവിധായകനെ ചലച്ചിത്ര കേരളം കണ്ടിട്ടില്ല എന്നവർ കരഞ്ഞു പറയുകയും ചെയ്തു. സത്യത്തിൽ ഈ കരഞ്ഞവന്മാരൊക്കെ ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ ചെന്ന് പടം കണ്ടിരുന്നെങ്കിൽ വിജയിച്ച സിബി മലയിൽ സംവിധാനിച്ച 1 ഡസൻ സിനിമകൾ മാലപ്പടക്കം പോലെ പരാജയപ്പെടുകയില്ലായിരുന്നു തിയേറ്ററിൽ എന്നുള്ള കാര്യമാണ് മറ്റൊരു സത്യം, അല്ലേ? കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഇങ്ങോട്ട് എത്ര പടങ്ങളാണ് അദ്ദേഹം സംവിധാനിച്ച് പൊട്ടിച്ചത്, ശരിയല്ലേ? ഇനി ജോ മലയിൽ ആരോപിക്കുന്ന പോലെ പരാജയപ്പെട്ട സംവിധായകൻ എന്ന് സിബി മലയിലിനെ പറ്റി നമ്മുടെ പേളിമാണി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ തന്നെ അതിൽ എത്രത്തോളം ശരിയുണ്ട് എന്ന് വസ്തുതകൾ വെച്ച് നമുക്കൊന്ന് നോക്കാം. ഈ ജോ മലയിൽ സ്വന്തം അപ്പന്റെ വിജയമൂല്യം നിർണ്ണയിക്കാനുള്ള അവസരം പൊതുസമൂഹത്തിന് നൽകുക കൂടി ചെയ്തിട്ടുള്ള സ്ഥിതിക്ക് നമുക്കത് പ്രയോജനപ്പെടുത്തുന്നതിൽ എന്താണ് കുഴപ്പം? സ്വാഭാവികമായും നമ്മുടെ സിബി മലയിലിന്റെ വിജയമൂല്യം ഈ പോങ്ങനും കൂടി ഒന്ന് നിർണ്ണയിച്ചു നോക്കാം. ഞാൻ ചില പരിശോധനകളും പഠനങ്ങളും ഒക്കെ നടത്തി. സിബി മലയിൽ പരാജയപ്പെട്ട ഒരു സംവിധായകനാണോ എന്നുള്ള ഒരു പരിശോധന ഞാൻ ആത്മാർത്ഥമായി നടത്തി. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, 1980 ഫാസിൽ സംവിധാനിച്ച് മോഹൻലാൽ വില്ലനായി അരങ്ങേറ്റ നടനം നടത്തിയിട്ടുള്ള മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ിലൂടെ അസോസിയേറ്റ് ഡയറക്ടറായി ചലച്ചിത്ര കേരളത്തിലേക്ക് വിരിഞ്ഞു വന്നവനാണ് നമ്മുടെ ഈ ശ്രീ സിബി മലയിൽ, അല്ലേ? ഒരു കാലത്ത് കണ്ടമാനം ജയിക്കുകയും കുറച്ചു കാലം പരമാവധി തോൽക്കുകയും ചെയ്ത ഒരു സംവിധായകനുമാണ് ശ്രീ സിബി മലയിൽ എന്ന് പറയുന്ന മനസ്സിലാക്കലും തീർച്ചയായിട്ടും ഈ പോങ്ങനുണ്ട്. എന്തായാലും സ്വന്തം രചനയിൽ ഒരു സിനിമ സിബി മലയിൽ സംവിധാനിച്ചതായി എനിക്ക് അറിവില്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? അതിൽ കുറവായിട്ടല്ല പറഞ്ഞത്, ഞാൻ സന്ദർഭവശാൽ പറഞ്ഞു എന്ന് മാത്രം. ശ്രീനിവാസൻ, പ്രിയദർശൻ, ലോഹിതദാസ്, രഞ്ജിത്ത്, രഘുനാഥ് പലേരി, ജോൺ പോൾ, MD വാസുദേവൻ നായർ എന്നിങ്ങനെയുള്ള വമ്പൻ തിരക്കഥാകൃത്തുക്കളുടെ രചനകളെ പിടിച്ച് സിനിമയാക്കി വിടുന്നതായിരുന്നു സിബിയുടെ വിനോദം. ശുദ്ധ സാഹിത്യകാരനായിട്ടുള്ള നമ്മുടെ പെരുമ്പടവം ശ്രീധരൻ വരെ ഒരിക്കൽ സ്വന്തം തിരക്കഥയെ സിബി മലയിലൂടെ സിനിമയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. അതായത് 1986 87 പുറത്തിറങ്ങിയിട്ടുള്ള രാരീരം എന്ന് പറയുന്ന സിനിമയാണെന്ന് തോന്നുന്നു. അത് പെരുമ്പടവം ശ്രീധരൻ തിരക്കഥ എഴുതിയ സിനിമ. പേളിമാണി ആ കാലത്തൊന്നും ഭൂജാതപ്പെട്ടിട്ടില്ല കേട്ടോ. 1989 ജെൻ വൈ തലമുറയിലാണ് പേളിയുടെ ജനനം എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. 89 ആ വർഷം സിബി മലയിലിന്റെ വക 3 ഹിറ്റ് സിനിമകളും ഇവിടെ ജനിച്ചിരുന്നു. കിരീടം, ദശരഥം, മുദ്ര, അതോ ആഗസ്റ്റ്, അങ്ങനെ എന്തായാലും 3 പടങ്ങളുണ്ടായിരുന്നു. 3ന്റെയും എഴുത്തുകാരൻ ലോഹിതദാസുമായിരുന്നു. അതെ, അപ്പം മുദ്ര തന്നെയാണ്. 1985 സ്വതന്ത്ര സംവിധായകനായിട്ടുള്ള സിബി മലയിൽ പേളിമാണിക്ക് 14 വയസ്സാകുന്നത് വരെ, അതായത് 2003 വരെ 35 സിനിമകൾ സംവിധാനിച്ചു. ഹിറ്റും സൂപ്പർ ഹിറ്റും ഒക്കെ ആയിരുന്നു അതിൽ അധികവുമെങ്കിലും ശരാശരി വിജയവും ചെറിയ പരാജയവും സംഭവിച്ച സിനിമകളെയും സിബി ആ കാലത്ത് സംവിധാനിക്കാൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതും സത്യമാണ്. എന്നാൽ 2003 പുറത്തിറങ്ങിയിട്ടുള്ള എന്റെ വീട് അപ്പുവിന്റെയും എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം അദ്ദേഹം സംവിധാനിച്ചിട്ടുള്ള 1 ഡസൻ ചിത്രങ്ങൾ പരാജയപ്പെട്ടു പോയി. വേണമെങ്കിൽ അത് പ്രേക്ഷകരുടെ പരാജയമാണെന്ന് സമ്മതിക്കാം. തിയേറ്ററിൽ സിനിമ എത്തിക്കാൻ സാധിച്ചതോടുകൂടി സംവിധായകൻ എന്ന് പറയുന്ന നിലയിൽ ശ്രീ സിബി മലയിൽ വിജയിച്ചു കഴിഞ്ഞു എന്ന് പറയാമല്ലോ. പക്ഷെ സിബിയുടെ പ്രതിഭ മെനഞ്ഞ സർഗഗരിമ കണ്ടു മനസ്സിലാക്കാനുള്ള ത്രാണി പ്രേക്ഷകരുടെ ആസ്വാദന ശേഷിക്കില്ലാതെ പോയത് കൊണ്ട് സിനിമകൾ പരാജയപ്പെട്ടു എന്ന് ആരോപിക്കാനും അവിടെ അവസരമുണ്ട്. തന്റേതല്ലാത്ത കാരണത്താൽ സംഭവിക്കുന്ന തോൽവികളെ സ്വന്തം തോൽവിയായി കാണേണ്ട കാര്യം സിബിക്കില്ല എന്ന് വാദിക്കുകയും ചെയ്യാം. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോങ്ങൻ പെട്ടുപോകും. എങ്കിലും 2003 വരെ അദ്ദേഹം ചെയ്തിട്ടുള്ള 35 സിനിമകൾക്കും തിരക്കഥ എഴുതിയവർ കണ്ടമാനം സർഗസമ്പാദ്യമുള്ളവരായിരുന്നു എന്നതാണ് സത്യം, അല്ലേ? അദ്ദേഹത്തിന്റെ വിജയത്തിന് തിരക്കഥാകൃത്തുക്കളുടെ പങ്കുകൂടി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ലോഹിതദാസ് മാത്രം ഏതാണ്ട് 14 സിനിമകൾക്കുള്ള തിരക്കഥ സിബിക്ക് എഴുതി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്, ചലച്ചിത്ര ചരിത്രം പറയുന്നത്. ബാക്കി സിനിമകൾക്ക് MD വാസുദേവൻ നായർ, പെരുമ്പടവം ശ്രീധരൻ, ജോൺ പോൾ, ശ്രീനിവാസൻ, പ്രിയദർശൻ, രഞ്ജിത്ത്, രഘുനാഥ് പലേരി, ഡെന്നിസ് ജോസഫ്, SN സ്വാമി മുതലായവരാണ് തിരക്കഥകൾ എഴുതി നൽകിയത്. 2003 സിബിയുടെ അവസാന വിജയ ചിത്രമായിട്ടുള്ള എന്റെ വീട് അപ്പുവിന്റെയും എഴുതിയത് ബോബി സഞ്ജയ് കൂട്ടുകെട്ടാണ്. അവരൊന്നും ചില്ലറക്കാരല്ല. അതിനുശേഷം 2022 കൊത്ത് എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നത് വരെ സിബി സംവിധാനിച്ച 12 സിനിമകളും പരാജയമായിരുന്നു, അല്ലേ? 12 സിനിമകളും പരാജയപ്പെട്ടു പോയി. 2003 മുതൽ 2022 വരെയുള്ള അദ്ദേഹത്തിന്റെ സിനിമകളെല്ലാം പരാജയപ്പെട്ടു പോയി.
എന്ന് വെച്ചാൽ ഇപ്പോൾ 37 വയസ്സുള്ള പേളി മാണി 14 വയസ്സ് മുതൽ ഇന്ന് വരെ കണ്ടിരിക്കുന്നത് പരാജയപ്പെട്ട സിബി മലയിലിനെയാണ് എന്ന് പറഞ്ഞാൽ പോലും അത് വാസ്തവ വിരുദ്ധമാവുന്നില്ല എന്ന് പറയുന്നതാണ് പോങ്ങന്റെ ഒരു പക്ഷം. ശരി, അതല്ലേ ശരി. ഒറ്റത്തവണ വിജയം കൊണ്ട് ആജീവനാന്ത വിജയിയാകുന്ന പരിപാടി ചലച്ചിത്ര രംഗത്ത് പതിവില്ല, അല്ലെങ്കിൽ ഒട്ടുമിക്ക രംഗത്തും അത് പതിവില്ല. ഫുട്ബോളിലെ ലോക വിജയി ആരാണ് എന്ന് പറയുന്ന ചോദ്യത്തിന് അർജന്റീനയാണെന്ന് ഒരു അർജന്റീനിയൻ ആരാധകൻ പറഞ്ഞു പോയാൽ അത് ശരിയാവുന്നത് എങ്ങനെയാണ്? ഇപ്പോഴത്തെ ലോക വിജയി സ്പെയിനല്ലേ. എന്നാൽ 2022 മുതൽ കഴിഞ്ഞ മാസം വരെ അത് അർജന്റീനയായിരുന്നു. അതല്ലേ ശരി? അതായത് മികവും വിജയവും രണ്ടും രണ്ടാണ്. സിബി മലയിൽ മികവുള്ള സംവിധായകനാണ്, എന്നാൽ നിലവിൽ വിജയിയായിട്ടുള്ള സംവിധായകനല്ല. മികച്ച സംവിധായകനാണ്, പക്ഷേ നിലവിൽ വിജയിച്ച സംവിധായകനല്ല. വിജയിയാവണമെങ്കിൽ വിജയം വേണം, പക്ഷെ മികവ് ഉണ്ടാവാൻ വിജയം വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. മികവ് അവിടെ ഒറ്റയ്ക്ക് നിന്നോളും. വിജയത്തിന്റെ കൂട്ട് മികവിന് ആവശ്യമില്ല. അതുപോലെ മികവ് കൊണ്ട് മാത്രം വിജയം ലഭിക്കണമെന്നുമില്ല. എല്ലാവർക്കും ഒരേപോലെ ഫെയർ ആയിരിക്കുന്ന നമ്മുടെ പേളി മാണി തന്നെയല്ലേ അതിന് ഉദാഹരണം. കാരണം പേളി മികവുള്ള ആളായിരുന്നു, അതിൽ സംശയമൊന്നും വേണ്ട. നല്ല മികവുള്ള ആളാണ് പേളി. ആ മികവോടുകൂടി തന്നെ അവൾ വിജയിച്ചവളുമായിരുന്നു. ഐ ലവ് സാഫ്രൻ. എന്നാൽ ഇഷ്ടനിറം കാവിയാണ് എന്ന് പറഞ്ഞപ്പോൾ മുതൽ പ്രബുദ്ധ കേരളത്തിലെ ഭൂരിപക്ഷ സമൂഹമായിട്ടുള്ള ഹരിത മതേതര മലയാളികൾ പേളിക്കെതിരെ തിരിഞ്ഞു. ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സിൽ പേളിക്ക് ചെറിയൊരു നഷ്ടം, 4-5 ലക്ഷം ആളുകൾ കൊഴിഞ്ഞുപോയി എന്ന് പറയുന്നു. ആ നിമിഷം പേളിയിലെ വിജയി ഒന്ന് പേടിച്ചു. നഷ്ടം സഹിക്കാനോ പരാജയം വരിക്കാനോ പേളിക്ക് പേടിയായിപ്പോയി. സ്വാഭാവികമായും പരസ്യമായ ക്ഷമാപണവും അതുപോലെ തന്നെ സിബി മലയിലിനോടുള്ള ആദരപ്രകടനവും ഒക്കെയായി പേളി നമ്മുടെ സമൂഹത്തിന് മുന്നിലേക്ക് നാവും എടുത്തു വന്നു. സിബി മലയിൽ, the director, the iconic, the most loved, the most celebrated. എനിക്കൊക്കെ ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് സിബി മലയിൽ സർ. ഞാനല്ല, നമ്മൾ മലയാളികൾ എല്ലാവരും വി ആർ ഓൾ ബിഗ് ഫാൻ ഓഫ് സിബി മലയിൽ സർ. ആ നിമിഷമാണ് പേളി യഥാർത്ഥത്തിൽ പരാജയപ്പെട്ടു പോയത്. കാരണം പേളിയുടെ ആദ്യ അഭിപ്രായം അത് മനുഷ്യരുടെ പരിഷ്കൃത ബുദ്ധിയെ മാനിക്കുന്നതും സഹജീവി സ്നേഹത്തെ ഉയർത്തിപ്പിടിക്കുന്നതും സാമൂഹ്യ ബോധത്തെ പ്രകടിപ്പിക്കുന്നതും പൗരബുദ്ധിയെ ആദരിക്കുന്നതുമായിരുന്നു എന്ന് പറയുന്ന ഒരു അഭിപ്രായമാണ് പോങ്ങനുള്ളത്. എന്നാൽ മനുഷ്യ സ്നേഹികളെന്നും പുരോഗമന ബുദ്ധരെന്നും പരിഷ്കൃത ചിത്തരെന്നും നടിക്കുന്ന വലിയ കൂട്ടം പ്രാകൃത ചിത്തരുടെ പ്രതിഷേധത്തിൽ പേളി പതറിപ്പോയി, പേടിച്ചുപോയി. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, പരാജയപ്പെടുമോ എന്ന് പറയുന്ന ആ ഒരു ശങ്ക അവരെ തളർത്തിക്കളഞ്ഞു. അതോടെ നാവിൽ നയസാഹിത്യം പുരട്ടി പേളി സമൂഹത്തിന് മുന്നിൽ വരികയും ചെയ്തു. ഈ വീഡിയോ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിരിക്കുകയാണ്. സ്വന്തം മികവ് കൊണ്ടല്ല ഇതുവരെ താൻ ജയിച്ചതെന്ന് മനസ്സിലാക്കി എന്നതുകൊണ്ടാണോ നാക്കെടുത്ത് പേളി സമൂഹത്തിന് നേരെ മാപ്പ് വെടിവെച്ചതെന്ന് എനിക്കറിയില്ല കേട്ടോ. അല്ലെങ്കിൽ പേളിയുടെ മികവ് കണ്ടല്ല മലയാളികൾ പേളിയെ ഇതുവരെ ജയിപ്പിച്ചതെന്ന് അവർ വിചാരിക്കാൻ തുടങ്ങിയോ എന്തോ, അതും എനിക്കറിയില്ല. എന്തായാലും അവർക്ക് വേണ്ടത് ഇതുവരെ പേളി കൊടുത്തിരുന്നു. മലയാളികൾക്ക് വേണ്ടത് തന്നെയായിരുന്നു പേളി ഇതുവരെ കൊടുത്തിരുന്നത്. വേണ്ടാത്തത് കൊടുത്തപ്പോൾ മലയാളികൾക്ക് പേളിയെ വേണ്ടാതായി. അത് പേളി തിരിച്ചറിഞ്ഞു. അതോടെ മികവിനേക്കാൾ വലുതാണ് വിജയമെന്ന് പേളി ചിന്തിക്കുകയും ചെയ്തിരിക്കാം. അങ്ങനെ മനസ്സിലാക്കാമെന്നാണ് എൻ്റെ ഒരു വിചാരം. പേളി അങ്ങനെ ചിന്തിച്ചിരിക്കാം. മികവല്ല, വിജയമാണ് ആവശ്യം നിലനിൽപ്പിന്, അതിജീവനത്തിന്. മികവുള്ളവർ പലരും അറിയപ്പെടാതെ പോകുന്നുണ്ട്, ശ്രദ്ധേയരാവാതെ പോകുന്നുണ്ട്, ആഘോഷിക്കപ്പെടാതെ പോകുന്നുണ്ട്. എന്നാൽ വിജയികൾ എപ്പോഴും ആഘോഷത്തിന്റെ നടുവിലാണ്. വിജയികളെ ആഘോഷിക്കാൻ സമൂഹം മത്സരിക്കുകയാണ്. ഈ ഡിജിറ്റൽ കാലം മികവും തികവുമുള്ളവരുടേതല്ല, തീർച്ചയായിട്ടും അത് വിജയമുള്ളവരുടെയാണ് എന്ന് പറയുന്ന ഒരു പ്രസ്താവന കൂടിയല്ലേ പേളിയിൽ നിന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും എൻ്റെ കണ്ണിൽ പേളിയുടെ മികവിടിയുകയും അസലായി പേളി പരാജയപ്പെട്ടു എന്ന് പറയുന്ന ചിന്ത ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് ശരിയാണ്. തോൽവിയും ജയവുമൊക്കെ ആപേക്ഷികമാണ്, ഓരോരുത്തരുടെയും കണ്ണിലാണ് അതൊക്കെ ഉള്ളത്. എന്തായാലും സിബി മലയിൽ ആജീവനാന്ത വിജയി ആണോ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ചെറിയ പരീക്ഷണം നടത്താൻ ശ്രീ ജോ മലയിലിനോട് ഈ പോങ്ങൻ ഒരുമാതിരി വെല്ലുവിളി പോലെ അഭ്യർത്ഥിക്കുകയാണ് കേട്ടോ. വെല്ലുവിളി എന്നൊക്കെ ചുമ്മാ പറഞ്ഞതാണ്, വെല്ലുവിളിയൊന്നുമല്ല, ഒരു അഭ്യർത്ഥന മാത്രമാണ്. അതായത് 1980 ഫാസിൽ സംവിധാനിച്ച് മോഹൻലാൽ വില്ലനായി നടിച്ചിട്ടുള്ള മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ അസോസിയേറ്റ് ഡയറക്ടറായി ചലച്ചിത്ര ജീവിതം തുടങ്ങിയ ആളാണല്ലോ ജോ മലയിലിന്റെ അപ്പനായിട്ടുള്ള സിബി മലയിൽ അല്ലേ. 46 വർഷങ്ങൾ കഴിഞ്ഞ് കാലം 2026 അങ്ങനെ വന്നു നിൽക്കുമ്പോൾ മോഹൻലാൽ വില്ലനിൽ നിന്ന് സൂപ്പർ താരമായി വളർന്നു. സൂപ്പർ താരങ്ങളുടെ സൂപ്പർ താരമായി വളർന്നു എന്ന് പറയുന്നതാണ് ശരി.
അദ്ദേഹത്തിന്റെ സിനിമകൾ അപാരമായ നിലയിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്നു. കൂറ്റൻ വിജയങ്ങൾ സമ്മാനിക്കുന്ന നടനായി മോഹൻലാൽ മാറിയിരിക്കുന്നു. മോഹൻലാലിന്റെ ഡേറ്റ് കിട്ടിയാൽ പോലും കാശ് കീശയിലാവുന്ന, മുടക്കു മുതൽ കീശയിലാവുന്ന ഒരു സ്ഥിതി ഉണ്ടാവുന്നു, അല്ലേ? എന്തായാലും സിബി മലയിലും ഇതിനോടകം 47 സിനിമകൾ ചെയ്ത് സ്വന്തം മികവ് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. 46 വർഷങ്ങൾ കൊണ്ട് 47 സിനിമകൾ ചെയ്ത് സിബി മലയിൽ അദ്ദേഹത്തിന്റെ മികവും മലയാളികൾക്ക് മുന്നിൽ തെളിയിച്ചിട്ടുണ്ട്. മോഹൻലാലിന് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ചിത്രങ്ങളുടെ സംവിധായകനാവാനും സിബിക്ക് സാധിച്ചു. ശരിയല്ലേ? എന്നാൽ സൂപ്പർ താരങ്ങളുടെ സൂപ്പർ താരമായി വളർന്നു നിൽക്കുന്ന മോഹൻലാലിന്റെ സമ്മതം സ്വന്തമാക്കിക്കൊണ്ട് ഒരു സിബി മലയിൽ ചിത്രം മോഹൻലാലിനെ നായകനാക്കി ജോ മലയിലിന്റെ അപ്പൻ സിബി മലയിലിന് സംവിധാനം ചെയ്യാൻ ഇനി സാധിക്കുമോ? 1980 അസോസിയേറ്റ് ഡയറക്ടറായി വന്ന സിബി മലയിലിന്റെ വില്ലനായി അഭിനയിച്ചിട്ടുള്ള മോഹൻലാലിനെ വെച്ച് ഇന്ന് മോഹൻലാൽ നായകനാവുന്ന ഒരു സിബി മലയിൽ ചിത്രം ഉണ്ടാക്കാൻ ഇനി പറ്റുമോ? ഈ ഡിജിറ്റൽ കാലത്ത് പറ്റുമോ? ഇപ്പോഴത്തെ നിലയിൽ അത് സംഭവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള എല്ലാ സാധ്യതകളും ജോ മലയിലിന്റെ മുന്നിലുണ്ട് എന്നുള്ള വിശ്വാസവും ഞാൻ വെച്ച് പുലർത്തുന്നുണ്ട്. അതായത് ഈ പാറ്റാക്കാലത്ത് എന്ന് വെച്ചാൽ പാതിരാവിൽ പാതിരിമാർ പോലും പാറ്റകൾക്കായി പാദമധ്യത്തിൽ ഇറങ്ങുന്ന സാമൂഹ്യ സാഹചര്യത്തിൽ മോഹൻലാലിന്റെ പാപ്പാൻ എന്ന് കാണാവുന്ന ശ്രീ ആന്റണി പെരുമ്പാവൂരിന്റെ താല്പര്യത്തിൽപ്പെടാൻ പാറ്റാപ്രേമി കൂടിയായിട്ടുള്ള ജോ മലയിലിന് നിഷ്പ്രയാസം കഴിയുമെന്ന് പറയുന്ന വിചാരമാണ് എനിക്കുള്ളത്. കാരണം ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന തുടക്കം എന്ന് പറയുന്ന സിനിമയിൽ നായികയായി അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ വിസ്മയ മോഹൻലാൽ പോലും പാറ്റ വിഷയത്തിൽ ആദ്യമായി അഭിപ്രായം പറഞ്ഞ് രംഗത്തേക്ക് വന്നു. ഒരു പൊതുവിഷയത്തിൽ ആദ്യമായി അവർ അഭിപ്രായം പറയുകയാണ്. 35 വയസ്സുകാരിയായിട്ടുള്ള വിസ്മയ മോഹൻലാൽ ആദ്യമായി അഭിപ്രായം പറയുന്നത്, പൊതുവായ ഒരു കാര്യത്തിൽ അഭിപ്രായം പറയുന്നത് ആന്റണി പെരുമ്പാവൂരിന്റെ സിനിമയായിട്ടുള്ള തുടക്കത്തിൽ അഭിനയിക്കുന്നതിൻ്റെ ഒരു മുന്നോടിയായിട്ട് എന്ന് പറയുന്നില്ല, പക്ഷെ ആ സിനിമയിൽ അഭിനയിക്കുന്ന കാലത്ത് അതിൻ്റെ റിലീസിൻ്റെ വക്കിലാണ് വിസ്മയ മോഹൻലാൽ ആദ്യമായി പാറ്റ വിഷയത്തിലൂടെ ഒരു പൊതുകാര്യം സംസാരിക്കുന്നത്. അപ്പോൾ പൊതുവെ ആന്റണി പെരുമ്പാവൂരിനും ഈ പാറ്റ വിഷയം അനുകൂലമാകുന്ന ഭാവത്തോടു കൂടി സ്വീകരിക്കാൻ സാധിക്കുമെന്ന് പറയുന്നത് കൊണ്ടാണ് ജോ മലയിലിനോട് ഞാനത് പറയുന്നത്. അദ്ദേഹത്തെ ഒന്ന് സമീപിക്കുക. സിബി മലയിൽ, അപ്പനായിട്ടുള്ള സിബി മലയിലിന്റെ ഒരു പടം മോഹൻലാലിനെ നായകനാക്കി കൊണ്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക. ആ നിലയിൽ ഒരു പരിശ്രമം നടത്തി വിജയിച്ചാൽ നന്നായിരിക്കും. പറ്റിയാൽ സ്വന്തം തിരക്കഥയിൽ ഒരു സിനിമ ഉണ്ടാക്കാൻ സിബിക്ക് പറ്റുക കൂടി ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ വിജയമായിരിക്കും. പറ്റിയില്ലെങ്കിൽ എഴുത്തുകാരനെ പാട്ടത്തിനെടുക്കണം, ഏതെങ്കിലും കൊള്ളാവുന്ന എഴുത്തുകാരനെ പാട്ടത്തിനെടുക്കണം, എന്നിട്ട് ഒരു തിരക്കഥ ഒപ്പിക്കണം. ഉടൻ തന്നെ ഒരു മോഹൻലാൽ സിനിമ ചെയ്യാൻ സാധിച്ചാൽ ജോ മലയിലിന്റെ അപ്പൻ ഒരു ആജീവനാന്ത വിജയി തന്നെ എന്ന് തീർച്ചയായിട്ടും പൊതുസമൂഹത്തിന് മൊത്തമായിട്ട് കാണാം. പോങ്ങനെ മാത്രമല്ല, ഇപ്പോഴത്തെ കാലത്ത് സിബി മലയിലിന് മോഹൻലാലിനെ വെച്ച് ഒരു സിനിമ ചെയ്യാൻ സാധിച്ചാൽ, കാരണം മോഹൻലാൽ വിജയിച്ചു നിൽക്കുന്ന ഒരു നടനാണ്, കണ്ടമാനം വിജയിച്ചു നിൽക്കുന്ന നടനാണ്. അദ്ദേഹത്തിന്റെ ഡേറ്റിന് വേണ്ടി സംവിധായകർ കാത്തു നിൽക്കുന്നു. തിരക്കഥാകൃത്തുക്കൾ മോഹൻലാലിന്റെ നടനശേഷി തന്റെ കഥാപാത്രത്തിന് വേണം എന്ന് പറയുന്ന ആഗ്രഹത്തോടെ നടക്കുന്നു. അങ്ങനെ എല്ലാ നിലയിലും മോഹൻലാൽ വിജയിച്ചു നിൽക്കുന്ന ഒരു കാലത്ത് ആ മോഹൻലാലിന്റെ പ്രീതിക്കും വിശ്വാസത്തിനും ഇരപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു സിനിമ സംവിധാനിക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ സിബി മലയിൽ തീർച്ചയായിട്ടും ആജീവനാന്ത വിജയി എന്ന് പറയാം. മോഹൻലാലിന്റെ സമ്മതം കിട്ടിയാൽ തന്നെ പാതി വിജയിച്ചു കഴിഞ്ഞു എന്ന് കാണുന്നതിൽ എന്താണ് കുഴപ്പം? എന്തായാലും ജോ മലയിൽ അപ്പനായിട്ടുള്ള സിബി മലയിലിനെ കൊണ്ട് ആ ലാൽമല കയറാൻ പറയൂ, കയറി ഇറങ്ങട്ടെ. ഇന്നത്തെ കാലത്ത് സിബി മലയിൽ വിജയിയാണോ അല്ലയോ എന്ന് കൃത്യമായിട്ട് ഉരച്ചു നോക്കി പറയാൻ കഴിയുന്ന ഒരു ഉരകല്ലാണ് മോഹൻലാൽ. ഇനിയിപ്പോൾ ശ്രീമതി പേളി മാണിയോട് ഒരു ചെറിയ ചോദ്യം ചോദിച്ചുകൊണ്ട് പോകാൻ ഈ സംസാരം ഇവിടെ അവസാനിപ്പിച്ചോളൂ. അതായത്, ഇപ്പോഴും പേളിയുടെ ഇഷ്ടനിറം കാവി തന്നെയാണോ? ഇപ്പോഴും പേളിയുടെ ഇഷ്ടനിറം കാവി തന്നെയാണോ? സാധ്യതയില്ല, അല്ലേ? സാധ്യതയില്ല. ആണെങ്കിലും അല്ലെങ്കിലും വിജയത്തിന്റെ നിറം കാവിയല്ല എന്ന് പറയുന്ന ഒരു ബോധ്യം പാറ്റകൾ തീർച്ചയായിട്ടും പേളിക്ക് പകർന്നിരിക്കാം, അല്ലേ? പേളി ഒന്ന് പേടിച്ചു പോയി എന്ന് തോന്നുന്നു. ഇഷ്ടനിറം എന്ത് തന്നെ ആയാലും അത് പറയാനുള്ള സ്വാതന്ത്ര്യം പേളിക്കുണ്ട്. കാവി മാറി ദേശീയ പതാകയിലെ പച്ചയായാലും ഇനി അത് നടുക്കത്തെ വെള്ളയായാലും താങ്കളുടെ ഇഷ്ടം തന്നെ ആയിരിക്കട്ടെ. അതിലൊരു വിരോധവും എതിർപ്പും വിയോജിപ്പും വിമർശനവും ഒന്നും പോകേണ്ട ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. നിങ്ങളുടെ ഇഷ്ടമാണ്. ആ ഇഷ്ടം നിങ്ങൾക്ക് തീർച്ചയായിട്ടും തുറന്നു പറയാം. അതിനെ അംഗീകരിക്കുക എന്ന് പറയുന്നതാണ് മര്യാദ. ഇഷ്ടം എന്തായാലും അത് നാടിന് കഷ്ടം പകരാത്തതാവണം എന്ന് മാത്രമേ ഉള്ളൂ. അതേ ശ്രദ്ധിക്കാനുള്ളൂ. ആ ശ്രദ്ധ നമ്മൾ പൗരജനത സൂക്ഷിച്ചേ മതിയാവൂ. പേളി മാണി നിർത്തുന്നു. കൂടുതൽ വിജയങ്ങൾ നേരുകയും ചെയ്യുന്നു. പരാജയത്തെ അത്ര പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൊഴിഞ്ഞു പോക്കുകളെയൊന്നും ഭയക്കേണ്ടതുമില്ല. നഷ്ടങ്ങളൊന്നും
കഷ്ടങ്ങളായി സ്വീകരിക്കേണ്ട കാര്യവുമില്ല. നമ്മളൊക്കെ വെറുതെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചാവാൻ വേണ്ടി മാത്രം ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ വിജയിച്ച് ചത്താലും തോറ്റു ചത്താലും നേടിച്ചത്താലും കോടിച്ചത്താലും ഒന്നുമില്ല, ചത്തുപോവും, വെറുതെ ചത്തുപോവും. ചാവാൻ വേണ്ടി ജീവിക്കുന്ന നമുക്കെന്തിനാണ് ഇത്രമാത്രം പേടി? സ്നേഹം. നമുക്കെല്ലാം നല്ലത് വരട്ടെ, നമുക്കെല്ലാം നല്ലത് മാത്രം വരട്ടെ.